ഓൻ്റെ ചെറിയൊരാഗ്രഹം സാധിച്ചെടുത്തിട്ടോ. എനിക്ക് ഇൻട്രോ എടുക്കാനെന്ന് ആഗ്രഹം സാധിച്ചെടുത്തു. കാരണം ഓനോടെങ്ങാനും വലുതായിട്ട് താത്താക്ക് ലംബോർഗിനിയും BMW കൊണ്ട് വാങ്ങി തട്ടിക്കാറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും. ഓൻ എനിക്ക് വാങ്ങി തരേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥ. ചെറിയ ആഗ്രഹങ്ങളാണ് അപ്പോൾ ഓൻ്റെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗേറ്റും തുറന്നു, നേരെ വണ്ടി കയറി കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ വണ്ടി കയറി, അല്ലാന്നുണ്ടെങ്കിൽ ഗേറ്റ് അടക്കേണ്ടി വരും. അപ്പം അമ്മ അതാ ഗേറ്റൊക്കെ അടച്ച് കയറി കേട്ടോ. എൻ്റെ സ്കൂളിൽ ഗ്രൂപ്പിൽ വന്നിട്ടില്ലല്ലോ. ഞാൻ 7ക്ക് എത്തി. എത്ര പെട്ടെന്ന് 8ഉം 9ഉം 10ാം ക്ലാസ്സിൽ അത് 2 വർഷം മാത്രം പാടി അതിനുള്ളിലേക്ക് ചെയ്യാനൊക്കെ ചെയ്യണം. 10ാം ക്ലാസ് എത്താനായി. എത്ര പെട്ടെന്നായിരുന്നു എൻ്റെ അപ്പപ്പാൻ്റെ കല്യാണം പഠിത്തമൊക്കെ എത്ര ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് ഞാൻ വലുതായി. അല്ല കേട്ടോ, തലച്ചോറ് വലുതായിട്ടുണ്ടാവും. കുട്ടികളെ മാത്രം പിന്നെ പാവം അല്ലമ്മ, പാവം. ഞാൻ എത്ര പെട്ടെന്ന് ദിവസങ്ങളായിരുന്നു. ഇന്ന് ബുധനാഴ്ച നാളെ മദ്രസ ഇല്ല. അങ്ങനെ അതൊന്നുമില്ല, നാളെ മദ്രസ ഇല്ല. പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങനെ അമ്മക്ക് ട്രോൾ അവസരം കിട്ടിയപ്പോൾ അമ്മ നല്ലോണം ഇട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും മാട് പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് റിക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇതെന്ത് സംഭവിച്ചാൽ ഒരു സൈക്കോ ആണ് ഗൈസ്. അവിടെ ഞാൻ മദ്രസയിൽ പോയപ്പോൾ അവിടെ ഒരു കല്ലടക്കുന്നുണ്ടായിരുന്നു. ആ കല്ലോട് ഞാൻ എൻ്റെ കൈമ മാന്തി മുറിയാക്കി. എന്നിട്ട് കുറച്ച് വെള്ളം രാത്രി വീട്ടിൽ വന്നിട്ടൊന്ന് തട്ടിയപ്പോണ്ടല്ലോ എൻ്റെ പടച്ചോനെ, ഇനി മരിച്ചാലും വേണ്ടിയില്ല, സ്വർഗം കണ്ടു കിട്ടിയിരിക്കണം. അത്രക്കും രസമുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇതേപോലത്തെ സത്യവെപ്പൊക്കെ ഞാൻ എത്ര അമ്മാക്കുപ്പാകും കൊടുത്താൽ എന്തെങ്കിലും നടന്നിക്കണോ? ഒന്നും നടക്കില്ല, വെറും സത്യവെപ്പ്. പിന്നെ ഞാനെന്ത് വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഓൻ്റെ ടീച്ചർ അപ്രതീക്ഷിതമായി ഓന് ഫോൺ കാണുമ്പോൾ വന്നിട്ട് പറഞ്ഞു, അഞ്ച് ഫോൺ കാണാനല്ല ഞാൻ കാണിച്ചു തരാമെന്ന് വെറുതെ പറഞ്ഞു. അതിൽ ഓനിരുന്ന് കരഞ്ഞു ഗൈസ്. അതിനാണ് അതിൻ്റെ കുത്തിലേക്കും കിട്ടിയിരിക്കണം കേട്ടോ. അങ്ങനെ അമ്മ ആ ബുക്കൊക്കെ വാങ്ങി വന്നു. ഇതാട്ടോ ബുക്കുകളൊക്കെ. हिंदी तुम्हारा नाम क्या है? नेहा उत्तर नहीं है. അപ്പോൾ എനിക്ക് നല്ലോണം ഹിന്ദി അറിയാമെന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ നല്ലോണം ബോധ്യമായില്ലേ. അപ്പോൾ നല്ല ഹിന്ദി ഇറക്കി, ഹിന്ദിയിലൊക്കെ ഫുൾ മാർക്കാം. നല്ല തള്ളു ഓഹോ ഒന്ന് ചിരിച്ചു കൊടുക്കാം. പിന്നെ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബായ്.